1 കോടി രൂപയുടെ ടിക്കറ്റ് അടിച്ചു, പക്ഷേ അത് നഷ്ടപ്പെട്ടു. എന്താണ് ശരിക്കും സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് 14-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ടിക്കറ്റ് ഇവിടെ കൊണ്ടുവരുന്നു. പല ടിക്കറ്റ് കൊണ്ടുവന്നപ്പോൾ ഞാൻ 34, 88, 22 നമ്പർ ടിക്കറ്റ് ഞാൻ എടുക്കുന്നു. 12 ടിക്കറ്റ് സെയിം ആയിട്ട് എടുത്തു. അത് വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് ഞറക്കെടുപ്പ്, അതിൻ്റെ 15-ാം തീയതിയാണ് ഞറക്കെടുപ്പ്. ആളുടെ പേര് കണ്ണൻ, നടന്ന് വിൽക്കുന്ന ആളാണ്. വർഷങ്ങളായിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കും. സംഭവിച്ചത് പിന്നെ അമ്മച്ചിക്ക് ഒരു 500 രൂപ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഒരു ചായ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ചായ കുടിക്കാനായിട്ട് പോയിട്ട് വന്നപ്പോൾ മുന്നേ എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഇവിടെ വന്നു. അപ്പോൾ പയ്യനോട് ഞാൻ പറയടേ ഇതിൽ 500 രൂപ പ്രൈസ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അതിൽ 500 രൂപ പ്രൈസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചായ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉടനെ പറഞ്ഞു അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, 100 രൂപ പ്രൈസേ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ 100 രൂപ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 100 രൂപ പ്രൈസിൻ്റെ ടിക്കറ്റ് പൈസയും തന്നേച്ച് ടിക്കറ്റും എടുത്തുകൊണ്ട് അങ്ങ് പോയി. പോലീസുകാർ നമ്മളോട് പറഞ്ഞ് തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പയ്യൻ കുറ്റം സമ്മതിച്ചല്ലോ. കണ്ണൻ എന്ന പ്രതിയെ എന്തായാലും പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ പണം എന്ന് ഈ അമ്മയ്ക്ക് തിരികെ കിട്ടും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. അതിനുള്ള നടപടികൾ ലോട്ടറി വകുപ്പിൽ നിന്നും നിയമ സംവിധാനത്തിൽ നിന്നുമെല്ലാം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഹായ്, നമസ്കാരം. നമ്മുടെ നിയമ സംവിധാനങ്ങൾ പറഞ്ഞ് ആ അമ്മച്ചിക്ക് പണം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കരുതെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.